ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ സ്പെഷ്യലെന്ന് പറയാനായിട്ടുള്ള കാരണം ഈ വീഡിയോ ബാക്കി ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്നത്തെ പോലെ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ഒരു കപ്പ് ചായയും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവിൻ്റെ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കിച്ചൺ വിശേഷങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇക്കായ്ക്കും സാറായിക്കും, ഇക്കാക്കും മക്കൾക്കും ഉപ്പുമാവും പഴവും ചേർത്താണ് കൊടുത്തത്. അവർക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഈ ഉപ്പുമാവിനും പുട്ടിനും ഒക്കെ പഴത്തിനേക്കാളും കൂടുതൽ എന്തെങ്കിലും കറിയും കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചിക്കൻ കറിയും ഉപ്പുമാവും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചായയുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരുന്നത്. പിന്നെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ കുറച്ച് സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം നാട്ടിൽ നിന്ന് ഒരു ഇത്ത വന്നപ്പോഴത്തേനും അമ്മച്ചി വീട്ടിൽ റെഡിയാക്കിയ കുറച്ച് ഐറ്റംസ് കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ ആദ്യം കാണിച്ചത് മൽബറിയാണ്. അപ്പോൾ വീട്ടിൽ ഉണ്ടായ മൽബറി അമ്മച്ചി കൊടുത്തു വിട്ടതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ ചക്ക, അപ്പോൾ ചക്കപ്പഴം അതും ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല മധുരമായിട്ടുള്ള ഒരുപാട് പഴുത്തു പോവാത്ത കുറച്ച് ചക്ക, അപ്പം കുറച്ച് ചക്കപ്പഴവും കഴിച്ചു. അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് വേണ്ടി എടുത്തത് ബീഫ് പുലാവാണ്. അപ്പോൾ ലഞ്ച് ടൈം ആയപ്പോഴത്തേനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ബീഫ് പുലാവ്. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ വീട്ടിൽ കസിൻസും അതുപോലെ തന്നെ മുത്തുമായും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് എല്ലാവരും കൂടി നമ്മൾ ബീഫ് പുലാവാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്തതും. ഇതിന് ശരിക്കും പറഞ്ഞാൽ പപ്പടമോ പിക്കിളോ ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അത്ര ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു സവോള അരിഞ്ഞതും അതുപോലെ തന്നെ ആ ബീഫും ഒക്കെ ചേർത്ത് ആ റൈസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ ഇതും എനിക്ക് കുറേ ദിവസമായിട്ട് കഴിക്കാൻ തോന്നിയിട്ട് ഇതും ഞാൻ അമ്മച്ചിയോട് സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ മാൽക്കിസ്റ്റ്, ഇവിടെ പല സ്ഥലത്തും ഞാൻ ഈ ഒരു കുക്കീസ് നോക്കി, പക്ഷേ എനിക്ക് ഒരിടത്തും തന്നെ കിട്ടിയില്ല. ചീസി ഫ്ലേവേർഡ് ആയിട്ടുള്ള മാൽക്കിസ് ബിസ്ക്കറ്റ്സ്. അതിനുശേഷം പിന്നീട് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു കുക്കിംഗ് ഉണ്ടായിരുന്നു. വീട്ടിൽ കസിൻസും അതുപോലെ തന്നെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുട്ട റോസ്റ്റ് ചെയ്തു. പിന്നെ തേങ്ങാപ്പാൽ വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലെടുത്തു. പിന്നെ ചിക്കൻ കറിയും. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വിശേഷങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് വീഡിയോ എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കിയിരുന്നത് നൈസ് പത്തിരിയും തേങ്ങാപ്പാൽ താളിച്ച തേങ്ങാപ്പാലും അതുപോലെ തന്നെ ചിക്കൻ കറിയും മുട്ട റോസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒന്നും റെഡിയാക്കിയില്ല. പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ബീഫ് പുലാവ് അതും ഉണ്ടായിരുന്നു. അപ്പോൾ ടേബിളിലേക്ക് റെഡിയാകുന്നതിനനുസരിച്ച് ഓരോന്നോരോന്ന് റെഡിയാകുന്നതിനനുസരിച്ച് നമ്മൾ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇപ്പോൾ കഴിക്കാൻ കസിൻസും മുത്തുമായും അതുപോലെ തന്നെ ഇക്കായും മക്കളും ഞാനും നമ്മൾ എല്ലാവരും കഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നർ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇത് ഡിന്നറല്ല, ഒരു ഈവനിങ് ഫുഡ് എന്നുള്ള രീതിയിലാണ് ഇത് റെഡിയാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് മാംഗോ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് ഡേറ്റ്സിൻ്റെ അകത്ത് പലതരം നട്ട്സുകൾ വെച്ചിട്ട് കാഷ്യൂനട്ടും അതുപോലെ തന്നെ പിസ്തായും ആൽമണ്ടും ബദാമും അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് നട്ട്സൊക്കെ വെച്ചിട്ട്, പിന്നെ ബക്ലാവ 2 ടൈപ്പ് ബക്ലാവ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ്സ് ബോക്സ്. അങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ടേബിളിലേക്ക് ഓരോന്നോരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഒരു നാട്ടിൽ നിന്ന് അമ്മച്ചി കൊടുത്ത് വിട്ട ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ചക്കപ്പഴവും അതുപോലെ തന്നെ മൽബറിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നതും അമ്മച്ചിയുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാക്കത്തൊക്കെ കുറച്ച് കൂടുതലിട്ടിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അമ്മച്ചി കുറച്ച് കൂടുതൽ ഐറ്റംസ് ഇപ്രാവശ്യം കൊടുത്തു വിട്ടു. ബീഫ് വറ്റിച്ചത് കൊടുത്തു വിട്ടു. അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് നമുക്ക് ഇന്ന്
കുക്കൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫ് റോസ്റ്റും കൊടുത്തു വിട്ടു. അപ്പോൾ ബീഫ് റോസ്റ്റ് നമ്മൾ ഈവനിങ് നമ്മുടെ നൈസ് പത്തിരിയുടെ കൂടെ ഞാൻ പെട്ടെന്ന് അത് ചൂടാക്കി ബൗളിലാക്കി എല്ലാവർക്കും പെട്ടെന്ന് ഷെയർ ചെയ്യായിരുന്നു. അതിന് ശേഷം നമുക്ക് ഡിന്നറായി. അപ്പോൾ എല്ലാവരും പോയപ്പോഴത്തേനും അപ്പോൾ രാത്രി ഒരു 9:30 10 ആയപ്പോഴത്തേനും അമ്മച്ചി കുറച്ച് ചക്ക പുഴുങ്ങിയതും കൂടി ഇങ്ങനെ റെഡിയാക്കി നമുക്ക് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കഴിക്കാൻ പാകത്തിന് റെഡിയാക്കി കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ ഡിന്നറായിട്ട് ഞാൻ കഴിക്കാൻ എടുത്തിരുന്നത് ചക്ക പുഴുങ്ങിയതും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും ആയിരുന്നു. വലിയ കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും രാത്രി പട്ടിണി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിച്ചതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പുഴുങ്ങിയതും മുട്ട റോസ്റ്റും. അപ്പം ഒരുപാട് ചക്ക വിഭവങ്ങൾ, ചക്ക വറുത്തതായിട്ടും ചക്ക കുരുവായിട്ടും ചക്ക വേവിച്ചതായിട്ടും അതുപോലെ തന്നെ പച്ച ചക്കയായിട്ടും അതുപോലെ തന്നെ ചക്കപ്പഴം, അങ്ങനെ ചക്കയുടെ എല്ലാ വിഭവങ്ങളും അമ്മച്ചി ഈ പ്രാവശ്യം കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ മുട്ട റോസ്റ്റും കുറച്ച് ബീഫ് റോസ്റ്റും കുറച്ച് ചക്ക പുഴുങ്ങിയതുമാണ് രാത്രി ഡിന്നറിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് കുറേ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഐറ്റംസൊക്കെ കഴിച്ച ഐറ്റംസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും അടുത്തടുത്ത ഐറ്റംസും സാധനങ്ങളും എല്ലാം ഞാൻ എൻ്റെ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ട്. അപ്പോൾ കടുകൊക്കെ ഇട്ട് താളിച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ച് ഇങ്ങനെ തന്നെയാണ് അമ്മച്ചി കൊടുത്തു വിട്ടത്. അപ്പോൾ ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. ബീഫ് റോസ്റ്റും ഇതുപോലെ കഴിക്കാൻ പാകത്തിനാണ് കൊടുത്തു വിട്ടിരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.